നമസ്കാരം, MC ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂരിലും പാലക്കാടും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്ന് രാവിലെ 8:15ഓടെയാണ് തൃശൂരിലെയും പാലക്കാട്ടെയും വിവിധ പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. ചെറുകഥാകൃത്ത് CV ശ്രീരാമന്റെ പേരിൽ കുന്നംകുളത്ത് സ്മാരക കെട്ടിടം നിർമ്മിക്കുന്നതിനെ ചൊല്ലി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളും. സംഘർഷത്തിൽ വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് പരിക്കേറ്റു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം തൃശൂർ ലൂർദ് മാതാവിന്റെ പള്ളിയിലെത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചു. K. കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സുരേഷ് ഗോപി പള്ളിയിലെത്തിയത്. വാർത്തകൾ വിശദമായി. തൃശൂരിലും പാലക്കാടും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്ന് രാവിലെ 8:15ഓടെയാണ് തൃശൂരിലെയും പാലക്കാട്ടെയും വിവിധ പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. തൃശൂർ ചൊവ്വന്നൂരിൽ രാവിലെ 8:16-നാണ് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. കുന്നംകുളത്തും ഗുരുവായൂരിലും എരുമപ്പെട്ടിയിലും ഭൂചലനം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 3.1 തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണ് ഉണ്ടായതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഭൂചലനത്തിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട് തിരുമറ്റക്കോട് മേഖലയിലാണ് ഭൂചലനമുണ്ടായത്. തിരുമറ്റക്കോട് 13-ാം വാർഡ് ചാഴിയാട്ടിരി പ്രദേശത്ത് രാവിലെ 8:15-നാണ് ശബ്ദത്തോടെ ഭൂചലനം അനുഭവപ്പെട്ടത്. ഭൂചലനത്തിന്റെ പ്രഭവകേന്ദ്രം എവിടെയാണെന്നും മറ്റു കൂടുതൽ വിവരങ്ങളോ ലഭ്യമായിട്ടില്ല. രണ്ടിടങ്ങളിലുണ്ടായ ഭൂചലനത്തിൽ ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തൃശൂരിലെ കുന്നംകുളം, എരുമപ്പെട്ടി, പഴഞ്ഞി മേഖലയിലാണ് നേരിയ ഭൂചലനമുണ്ടായതെന്നും 4 സെക്കൻഡ് നീണ്ടുനിന്ന ഭൂചലനമാണെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ദേശീയ ഭൂകമ്പ നിരീക്ഷണ സംവിധാനത്തിൽ തീവ്രത 3 രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണിതെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. ചെറുകഥാകൃത്ത് CV ശ്രീരാമന്റെ പേരിൽ കുന്നംകുളത്ത് സ്മാരക കെട്ടിടം നിർമ്മിക്കുന്നതിനെ ചൊല്ലി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളും. സംഘർഷത്തിൽ വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് പരിക്കേറ്റു. വനിതാ അംഗങ്ങൾ ആശുപത്രിയിൽ ചികിത്സ തേടി. അജണ്ടയിൽ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വച്ചതോടെ അജണ്ടകൾ വായിച്ച് പാസാക്കിയതായി പ്രഖ്യാപിച്ച ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കൗൺസിൽ യോഗം പിരിച്ചുവിട്ട് പുറത്തേക്ക് പോകാനായി ശ്രമിക്കുന്നതിനിടെയാണ് പ്രതിപക്ഷ അംഗങ്ങൾ കൗൺസിൽ ഹാളിന്റെ വാതിൽ ഉള്ളിൽ നിന്നും പൂട്ടി ഭരണകക്ഷി അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും മാധ്യമപ്രവർത്തകരെയും ബന്ദികളാക്കിയത്. തുടർന്നാണ് ഉന്തും തള്ളും സംഘർഷവും അരങ്ങേറിയത്. പ്രതിപക്ഷം വനിതാ കൗൺസിലർമാരുടെ മുന്നിൽ നിർത്തിയാണ് കൗൺസിൽ ഹാൾ പൂട്ടിയത്. പിന്നീട് നേതാക്കൾ തമ്മിലുള്ള ചർച്ചകൾക്കൊടുവിലും തീരുമാനമാകാത്ത സാഹചര്യത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ബലമായി കൗൺസിൽ ഹാളിന്റെ വാതിൽ തുറക്കുന്നതിനിടെ പോലീസ് സ്ഥലത്തെത്തി. ഇതോടെ വാതിൽ തുറന്ന് പുറത്തു കടക്കുകയും ചെയ്തു. ഇതിനിടെ നിരവധി തവണ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് ഉന്തും തള്ളും ഉണ്ടായി. കോൺഗ്രസ് അംഗങ്ങളായ ബിജു സി ബേബി, ലബീബ് ഹസൻ, CPM അംഗങ്ങളായ ഷബീർ, സുജീഷ്, BJP അംഗം ബിനു പ്രസാദ് എന്നിവർ തമ്മിലും ചില വനിതാ കൗൺസിലർമാർ നേരിട്ടും സംഘർഷത്തിലേർപ്പെട്ടു. മീഡിയ ടൈം, തൃശൂർ. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം തൃശൂർ ലൂർദ് മാതാവിന്റെ പള്ളിയിലെത്തി മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിലെ മുരളി മന്ദിരത്തിലെത്തി K. കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സുരേഷ് ഗോപി തൃശൂരിലെ ലൂർദ് പള്ളിയിലെത്തിയത്. തുടർന്ന് ലൂർദ് മാതാവിന് സ്വർണ്ണക്കൊന്തയും പൂമാലയും സമർപ്പിച്ചു. ഇതിനുശേഷം പള്ളിയിലെ താഴത്തെ നിലയിലുള്ള ഭൂഗർഭ ആരാധനാ കേന്ദ്രത്തിലേക്ക് പോയി. 7 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിക്ക് 12 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ഗുരുവായൂർ കാരേക്കാട് താമസിച്ചിരുന്ന മുണ്ടത്തിക്കോട് പൂത്തുരുത്തി സ്വദേശി 62 വയസ്സുള്ള ഉണ്ണികൃഷ്ണനെയാണ് ചാവക്കാട് അതിവേഗ പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചത്. ചാവക്കാട് അതിവേഗ പോക്സോ കോടതി ജഡ്ജി അൻയാസ് തയ്യിലാണ് വിധി പ്രസ്താവിച്ചത്. 2022 ഒക്ടോബർ 19-നാണ് കേസിനാസ്പദമായ സംഭവം. പ്രതിയുടെ പേരക്കുട്ടിയുമായി ഒന്നിച്ചു കളിക്കാൻ വന്ന അതിജീവിതയെ പ്രതി കയ്യിലെ മുറിവ് കെട്ടിക്കൊടുക്കുവാനെന്ന് പറഞ്ഞു അടുത്തു വിളിച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നതാണ് പ്രോസിക്യൂഷൻ കേസ്.
ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലെ SCPO ആഷിയാണ് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ASI ജിജോ ജോൺ കേസ് രജിസ്റ്റർ ചെയ്ത് ആദ്യ അന്വേഷണം നടത്തി. ഇൻസ്പെക്ടർ പ്രേമാനന്ദ കൃഷ്ണൻ തുടർ അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 29 സാക്ഷികളെ വിസ്തരിക്കുകയും 42 രേഖകളും 6 മുതലുകളും ഹാജരാക്കുകയും ചെയ്തു. പിഴ സംഖ്യയായ 1.5 ലക്ഷം അതിജീവിതയ്ക്ക് നൽകണം. പിഴ അടച്ചില്ലെങ്കിൽ 1.5 വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, നിഷ സി എന്നിവർ ഹാജരായി. CPOമാരായ വിജു, സിന്ധു, പ്രസീത എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. തീരദേശ ഹൈവേ അവകാശ സമരസമിതിയുടെ അനിശ്ചിതകാല സായാഹ്ന ധർണ വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി ഉദ്ഘാടനം ചെയ്തു. കുവൈത്തിലും ബഹ്റൈനിലും ഉണ്ടായ ദുരന്തത്തിൽ സമരം അനുശോചനം രേഖപ്പെടുത്തി. AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായിരുന്നു. അമീർ PA, സിദ്ദിഖ് പഴങ്ങാടൻ, EK ദാസൻ കാതിയാളം എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ BJP കൗൺസിലർ രാജിക്കൊരുങ്ങുന്നതായി അഭ്യൂഹം. BJP കൗൺസിലർ അഡ്വക്കേറ്റ് DT വെങ്കടേശ്വരൻ നഗരസഭാ യോഗത്തിൽ മധുരം വിളമ്പി നടത്തിയ പ്രസംഗമാണ് രാജി പ്രചാരണത്തിന് ഇടയാക്കിയത്. സഹ കൗൺസിലർമാർക്ക് മധുരം നൽകിയ അഡ്വക്കേറ്റ് TT വെങ്കടേശ്വരൻ രാജി പരസ്യമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും തന്റെ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുമെന്ന് യോഗത്തെ അറിയിച്ചു. അഭിഭാഷകൻ എന്ന നിലയിലുള്ള തിരക്കുകൾക്കിടയിൽ വാർഡിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് രാജിക്ക് കാരണമായി പറയപ്പെടുന്നത്. എന്നാൽ പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങളാണ് രാജിക്ക് പിറകിലെന്നാണ് എതിർകക്ഷികളുടെ വാദം. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂരിലും പാലക്കാടും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്ന് രാവിലെ 8:15ഓടെയാണ് തൃശൂരിലെയും പാലക്കാട്ടെയും വിവിധ പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. ചെറുകഥാകൃത്ത് CV ശ്രീരാമന്റെ പേരിൽ കുന്നംകുളത്ത് സ്മാരക കെട്ടിടം നിർമ്മിക്കുന്നതിനെ ചൊല്ലി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളും. സംഘർഷത്തിൽ വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് പരിക്കേറ്റു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം തൃശൂർ ലൂർദ് മാതാവിന്റെ പള്ളിയിലെത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചു. K കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സുരേഷ് ഗോപി പള്ളിയിലെത്തിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.